ഹോർമുസിൽ യൂറോപ്യൻ കപ്പലുകളെ ഇറാൻ വെടിവെച്ചു. മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് ഈ തീരത്തേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് വെടിവെപ്പ് നടന്നത് എന്ന തരത്തിൽ റിപ്പോർട്ട് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കോൺവേ ആയി പോകുകയായിരുന്നു ഒരു കൂട്ടം കപ്പലുകൾ. അതിനെ ഇറാൻ്റെ ഗൺ ബോട്ടുകൾ വളഞ്ഞു വെക്കുകയും മുന്നറിയിപ്പ് നൽകിയിട്ട് പിരിഞ്ഞു പോകാൻ വേണ്ടി പറയുകയും ചെയ്തു. അത് അവർ അനുസരിക്കാതിരുന്ന സമയത്ത് വെടിവെപ്പ് നടത്തി. അതിനുശേഷമാണ് അവർ പിരിഞ്ഞു പോയത് എന്നാണ് പറയപ്പെടുന്നത്. ഇത് മറ്റൊരു തരത്തിൽ യുദ്ധത്തിൻ്റെ രീതി മാറുന്നതിൻ്റെ സൂചകമായിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ്. അതോടനുബന്ധിച്ച് തന്നെ ലെബനാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേലിന് ഒരു മുന്നറിയിപ്പ് കൂടി ഇറാൻ നൽകിയിരിക്കുകയാണ്. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: 10 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ കരാർ ലംഘിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് അമേരിക്കയും. ആ പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹിസ്ബുള്ള ഗ്രൂപ്പിനെ തങ്ങൾ സൈനികമായ രീതിയിൽ ആയുധം നൽകിക്കൊണ്ട് സഹായിക്കും. അപ്പോൾ ഇവിടെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായിരിക്കുന്ന ആക്രമണത്തിന് വേദി ഒരുക്കരുത് എന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് നിലവിലിപ്പോൾ ഇറാൻ ഇസ്രായേലിന് നൽകിയത്. അപ്പോൾ ഈ രണ്ടാം ഘട്ട ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. പാകിസ്ഥാനിൽ തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് തങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ പോകുന്നില്ല എന്നുള്ളതും ആ വിഷയം ഒന്നുകൂടി ആലോചിക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഏകദേശം തിങ്കളാഴ്ചയോട് കൂടിയിട്ടാണ് അമേരിക്ക പ്രഖ്യാപിച്ച വെടിനിർത്തലിൻ്റെ സമയപരിധി 2 ആഴ്ച അവസാനിക്കുന്നത്. അതിനോടനുബന്ധിച്ച് ചർച്ച നടത്തിക്കൊണ്ട് ഒന്നുകിൽ വെടിനിർത്തൽ നീട്ടുകയോ അല്ലെങ്കിൽ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു അന്തിമ തീരുമാനം എടുക്കുകയോ ചെയ്യും എന്നുള്ളതായിരുന്നു ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത്. അദ്ദേഹം പറഞ്ഞു വെടിനിർത്തൽ നീട്ടുന്നില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ, യുദ്ധം തന്നെ അവസാനിക്കുന്ന സമയത്ത് എന്തിനാണ് വെടിനിർത്തൽ എന്നാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതികളൊന്നും അത്ര ഭൂഷണമായിട്ടല്ല. കാര്യമെന്ന് പറയുന്നത് കരാർ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ചയ്ക്ക് മുൻപേ ഒരു ഉപചർച്ച നടത്തുകയും ആ ചർച്ചയിൽ ഏറെക്കുറെ രൂപമാകുകയും ചെയ്യുന്നത് പ്രധാനമായിരിക്കുന്ന ചർച്ച വരുന്ന സമയത്ത് പിൻവലിക്കുകയും അത് തെറ്റായ രീതിയിലുള്ള നിലപാടിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ തന്നെ ചർച്ച പരാജയപ്പെട്ടത് എന്നാണ് പറയുന്നത്. അത് ചർച്ചയെ പ്രതിസന്ധിയാക്കുന്ന പ്രവർത്തനം അത് അമേരിക്ക എല്ലാ കാലത്തും ചെയ്യാറുള്ളതാണ്. ഇറാൻ്റെ കാര്യം വളരെ അടിസ്ഥാനപരമായ രീതിയിൽ തന്നെ തങ്ങളത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇറാനുമായി ബന്ധപ്പെട്ട വിഷയം അമേരിക്ക ഇടപെട്ട് പറയുന്നത് ശരിയല്ല, തങ്ങളതിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വിളിച്ചു കൂവുന്ന പ്രവർത്തനങ്ങൾ ഈ ട്രംപ് അവസാനിപ്പിക്കണം. അത് ട്രംപിനോടായിട്ട് ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചൊരു കൃത്യമായിരിക്കുന്ന വിവരങ്ങളില്ലാത്ത രീതിയിൽ അവബോധത്തോടു കൂടി സംസാരിക്കുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം. ഇത് യുദ്ധമാണ്, നിങ്ങളൊരു രാജ്യത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്, അത് അതിൻ്റേതായിരിക്കുന്ന ഒരു ബഹുമാനം ആ സ്ഥാനത്തിന് കൊടുക്കണം എന്നുള്ളതാണ് കാര്യം. കാര്യം പറയുന്ന സമയം ഒരു കാര്യത്തെ പറിച്ച് ഒരു രൂപം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് തൊട്ടടുത്ത സമയത്ത് മാറ്റി പറയുന്ന കാര്യം എന്താണ് പറഞ്ഞതിന് മുമ്പെത്തത് അറിയില്ല. അപ്പോൾ ഒന്നുകിൽ ഇവിടെ നിർത്താൻ വേണ്ടി പറയും, കുറച്ച് സമയത്ത് ഇവിടെ നിർത്തിയിട്ടില്ല എന്ന് പറയും. ഇറാൻ എല്ലാ കാര്യങ്ങളും തങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയും, പിന്നെ പറയും സംസാരിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. അങ്ങനെ എവിടെ നഴ്സറി കുട്ടികൾ സംസാരിക്കുന്ന പോലെയുള്ള ഒരു പ്രവർത്തനം അമേരിക്കയുടെ പ്രസിഡൻ്റായി കസാല കുത്തിട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറാന് അവരുടെ നിലപാടുകൾ വീണ്ടും ആവർത്തിച്ചു. യുറേനിയം വിട്ടു നൽകുക എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായിരിക്കുന്ന കാര്യം. യുറേനിയം വിട്ടു നൽകാൻ വേണ്ടിയിട്ട് ഇറാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന മസൂദ് പെഷഷ്കിയാനും അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഞ്ഞ് സംയുക്തമായ രീതിയിൽ ഇതിനെക്കുറിച്ച് നിലപാട് പറഞ്ഞു. തങ്ങളുടെ രാജ്യത്തുള്ള മണ്ണിനെ പോലെ തന്നെ ഏറ്റവും പവിത്രമുള്ളതാണ് തങ്ങളുടെ യുറേനിയം. അതെന്തിന് അമേരിക്കക്ക് വിട്ടുകൊടുക്കുക? അമേരിക്ക തങ്ങളുടെ ശത്രു രാജ്യമാണ്. ശത്രു രാജ്യത്തിന് തങ്ങളുടെ ഏറ്റവും ഫലവത്തായിരിക്കുന്ന മണ്ണ് വിട്ടു നൽകുന്നതിന് തുല്യം തന്നെയാണ് യുറേനിയം വിട്ടു നൽകുക എന്നുള്ളത്. അത് തങ്ങളുടെ രാജ്യത്ത് തന്നെ ഉണ്ടാവും. മാന്യമായ രീതിയിലുള്ള കരാർ വ്യവസ്ഥ പ്രകാരം അതിൻ്റെ കാഠിന്യം കുറക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ അത് വരാൻ പോകുന്ന 5 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട മാന്യമായിരിക്കുന്ന വ്യവസ്ഥക്ക് ഇറാൻ തയ്യാറാണ്. പക്ഷേ അമേരിക്ക പറയുന്ന പോലെ ഭീഷണിപ്പെടുത്തി തങ്ങളുടെ കൈവശത്തിൽ വെക്കുക, തങ്ങൾക്ക് വിട്ടു നൽകുക, അത്തരം പ്രവർത്തനത്തോടൊന്നും തങ്ങൾ യോജിപ്പില്ല, തങ്ങളെ ചെയ്യില്ല. ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ആദ്യം ഈ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് അത് അമേരിക്കയുടെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. പിന്നീട് അമേരിക്ക പറഞ്ഞു ഇറാൻ്റെയും അമേരിക്കയുടെയും സംയുക്തമായ രീതിയിലാണ്. പിന്നീട് പറഞ്ഞു അവിടെ സ്വതന്ത്രമായ രീതിയിൽ കപ്പലുകൾക്ക് പോകാം, പണം വാങ്ങുന്ന ഒരു പ്രവൃത്തി ഇറാൻ നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളത്. ഇത് പല കാര്യത്തിലും പല സമയങ്ങളിലും മാറി മാറി പറയുന്ന പ്രവർത്തനങ്ങൾ ഈ ട്രംപ് അവസാനിപ്പിക്കുന്ന കാര്യം ഇറാൻ്റെ കാര്യമാണ് അത് പറയുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഭൂപ്രദേശത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഹോർമുസ് കടലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രാജ്യം തന്നെയാണ്. അവിടെ ആർക്ക് പോകണം ആര് പോകണ്ട എന്ന് തീരുമാനിക്കേണ്ട അധികാരം തങ്ങൾക്കുണ്ട്. നിങ്ങളുടെ രാജ്യത്തുള്ള കടലുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്തിൻ്റെ അവകാശം നിങ്ങൾക്കുള്ള പോലെ തന്നെ തങ്ങളുടെ കടലിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്തിൻ്റെ അവകാശം തങ്ങൾക്കാണ്.
തങ്ങളത് തീരുമാനിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. പിന്നെ മിസൈൽ നിർമ്മിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. മിസൈൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിലെ ഏറ്റവും പ്രധാന ഘടകമാണ്. ഇപ്പോൾ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഞങ്ങൾ ആയുധം നിർമ്മിക്കരുത് എന്നാണോ പറയുന്നത്? ഇപ്പം തന്നെ ദശലക്ഷക്കണക്കിന് ഡോളറിൻ്റെ ആയുധങ്ങളാണ് അമേരിക്ക ഇസ്രായേൽ നൽകാൻ വേണ്ടി കരാറുണ്ടാക്കിയത്. അപ്പോൾ ആയുധം നിർമ്മിച്ചിട്ടല്ലേ നൽകാൻ വേണ്ടി പറ്റുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ആയുധം നിർമ്മിക്കാം, നിങ്ങൾക്ക് ആയുധം വിൽപ്പന നടത്താം, പ്രശ്നമില്ല. ഞങ്ങളുടെ രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ആയുധം നിർമ്മിക്കരുത് എന്നാണ് നിങ്ങൾ പറയുന്നത്. അത് ഞങ്ങളെങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇറാൻ ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഈ സഹായമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പ്രഖ്യാപനങ്ങളുണ്ട്. സാമ്പത്തികപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടി വലിയ സഹായങ്ങൾ നൽകും. പിന്നെ ഈ കറണ്ട് പോലെയുള്ള വൈദ്യുത നിലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ സഹായം നൽകും. ഞങ്ങൾ ആരോടും സഹായം ചോദിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. തങ്ങൾ നേരെ വന്നു കഴിഞ്ഞാൽ തങ്ങൾ ആക്രമിക്കുമെന്നാണ് പറഞ്ഞത്. ഈ കാര്യങ്ങൾ തങ്ങൾ ആവർത്തിച്ച് പറയും. അങ്ങനെയാണ് ഈ അമേരിക്കയും ഈ ഇറാനും തമ്മിൽ ഇപ്പോൾ കൊമ്പ് കോർക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഈ മേഖലയിൽ വെടിവെപ്പ് നടക്കുന്നത്, അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിഷയമായിട്ട് വരുന്നത്. അമേരിക്കയുടെ കപ്പലുകൾ ഈ മേഖല കേന്ദ്രീകരിച്ച് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു വെടിവെപ്പ് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇനി ഭാവിയിൽ അത് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഇത്രയും കാലം പരസ്യമായ രീതിയിൽ തടയപ്പെടുന്ന ഒരു പ്രവർത്തനം അമേരിക്ക ചെയ്തിട്ടില്ല. പക്ഷേ ഇറാൻ അത് ചെയ്തിട്ടുണ്ട്. ഇറാൻ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ കപ്പലുകളാണ് ഈ മേഖല കടന്നുകൊണ്ട് പോകേണ്ടത് തീരുമാനിക്കാനുള്ള അധികാരം തങ്ങൾക്കുണ്ട് എന്നവർ പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചില പരാമർശങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടതല്ല. അവർ പറയുന്ന കാര്യം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ മാറ്റണം എന്നുള്ളതാണ്. വിയന്ന അതിൻ്റെ പരാമർശങ്ങളായിട്ടും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒമാൻ്റെ പേര് വന്നിട്ടുണ്ട്. ഈ രണ്ട് പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളിലേക്ക് മാറ്റുന്ന രീതിയിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഒന്നുകിൽ വിയന്നയിലേക്ക് അല്ലെങ്കിൽ ഈ ഒമാനിൽ അവർ പറയപ്പെടുന്ന ഒരു സ്ഥലത്തിലേക്ക്, സലാലയൊക്കെയാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. അതിൻ്റെ കാര്യം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സുരക്ഷിതത്വത്തിൽ തങ്ങൾക്ക് ഭയമുണ്ട് എന്നുള്ളതാണ്. ഇസ്രായേലിനും അമേരിക്കയൊക്കെ വലിയ രീതിയിലുള്ള ബന്ധം, ഇസ്രായേൽ ഇല്ലെങ്കിൽ പോലും അമേരിക്കയുമായിട്ട് വലിയ ബന്ധമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. കഴിഞ്ഞ പ്രാവശ്യം പാകിസ്ഥാനിൽ ഇറാൻ്റെ നേതാക്കൾ എത്തിയ സമയത്ത് തന്നെ ചില രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകൾ അല്ലെങ്കിൽ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ചില സന്ദേഹങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നീടാണ് അവിടുന്ന് ഇവരെ രക്ഷിക്കാൻ വേണ്ടി അത്ഭുതകരമായിരിക്കുന്ന കുറേ സംഭവ കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പോൾ പൂർണ്ണമായ രീതിയിൽ ഈ പാകിസ്ഥാനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള അല്ല അവർ പറയുന്നത്. പാകിസ്ഥാന് പോലും ചില സമയത്ത് പൂർണ്ണമായിരിക്കുന്ന ഒരു സുരക്ഷിതത്വം ഇറാൻ്റെ വിഷയത്തിൽ നൽകാൻ വേണ്ടി സാധിക്കുകയില്ല. കാര്യം ഏറ്റവും വലിയ അമേരിക്കയുടെ സുരക്ഷിതത്വമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഖത്തർ. ഖത്തറിലുള്ള ഉദൈദ സീപോർട്ട് എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഖത്തർ ഉണ്ടാക്കിയ കരാർ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് 10,000-കണക്കിന് അമേരിക്കയുടെ സൈനികർ അവിടെ താമസിക്കുന്നത് അല്ലെങ്കിൽ അവിടെ വിന്യസിച്ചത്. എന്നാൽ ഇസ്രായേൽ ആക്രമിച്ച സമയത്ത് അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ അവർ സ്വതന്ത്രമായ രീതിയിൽ അമേരിക്കയുടെ അത്രയും വലിയ സൈനിക സംവിധാനങ്ങൾ എല്ലാം ഉണ്ടായിട്ടും ഒന്നുകിൽ അവരെ കണ്ണുവെട്ടിച്ച് അല്ലെങ്കിൽ അവരുടെ അറിവോട് കൂടിയിട്ട് ഖത്തറിനെ ആക്രമിച്ചു. അപ്പോൾ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പൂർണ്ണമായിരിക്കുന്ന സഹായ കാര്യങ്ങളൊക്കെ പാകിസ്ഥാൻ സൈന്യം ഇറാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ സുരക്ഷിതത്വം നൽകുക എന്നുള്ള നിർബന്ധമായിട്ടും പാകിസ്ഥാൻ്റെ ബാധ്യതയാണ്, അവർ ചെയ്യും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: പല കാര്യങ്ങളും പാകിസ്ഥാൻ അറിയാതെ പോകുന്നു. അറിയാതെ ഒപ്പിക്കുന്ന പരിപാടി അമേരിക്കക്കറിയാം. അത് ബില്ലാദിനെ ഭീകരവാദിയായിരിക്കുന്ന ബില്ലാദിനെ പിടികൂടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇപ്പം തന്നെ രണ്ടാമത് പുനരിൽ വന്നിരിക്കുകയാണ്. ഈ ബില്ലാദിനെ പിടികൂടുന്നത് അബാട്ടാബാദ് എന്ന് പറയുന്ന തന്ത്രപ്രധാനമായിരിക്കുന്ന ഈ പാകിസ്ഥാൻ്റെ സൈനിക ബേസിനോട് ബന്ധപ്പെട്ട പ്രദേശമാണ്. അഥവാ ബില്ലാദിനെ പിടികൂടിയ അബാട്ടാബാദ് എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ 2 കിലോമീറ്റർ മാറിയിട്ടാണ് തന്ത്രപ്രധാനമായിരിക്കുന്ന പാകിസ്ഥാൻ്റെ സൈനിക ബേസ് ഉള്ളത്. എല്ലാ സമയത്തും പ്രാക്ടിക്കൽ നൽകുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം, ഈ ചുറ്റുഭാഗമുള്ള പ്രദേശങ്ങളെല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ്. അവർ നിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഏരിയ ആണ് ഇവിടെ. എന്നാൽ അമേരിക്കയുടെ മിലിറ്ററി ഫോഴ്സും അതിൻ്റെ സംവിധാന കാര്യങ്ങളും ഈ പ്രദേശത്ത് എത്തിയതോ ബില്ലാദിനെ വെടിവെച്ച് കൊന്നതോ ബില്ലാദിനുമായി ബന്ധപ്പെട്ട വീടുകൾ കണ്ടെത്തിയതോ ഈ പറയപ്പെട്ട തൊട്ടടുത്തുള്ള പാകിസ്ഥാൻ്റെ മിലിറ്ററി കാണാതെ പോയി എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ആ ഭൂപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അത്രേ ബോധ്യമുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ ബില്ലാദിനെ സംരക്ഷിച്ചത് പാകിസ്ഥാൻ അല്ല എന്നും പറയാൻ വേണ്ടി പറ്റില്ല. പാകിസ്ഥാൻ്റെ പ്രദേശമായതുകൊണ്ടാണ് അമേരിക്ക ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കാതിരുന്നത്. കാര്യം ഒരു തമ്മിൽ സൗഹൃദ രാജ്യമാണ്, നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ്.
അപ്പോൾ പാകിസ്ഥാൻ കരുതിക്കൂട്ടി ബിൻ ലാദനെ ഒളിപ്പിച്ച് വെച്ചു എന്ന് അമേരിക്കയുടെ ഭാഗത്ത് ഒരു പ്രസ്താവന വന്നാൽ ഒരു ബന്ധത്തെ സാരമായിട്ട് ബാധിക്കുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്ത്രപരമായ രീതിയിൽ അന്ന് ആ കാര്യം പറയാതെ നിന്നു അമേരിക്ക. അങ്ങനെയാണ് ഈ ബിൻ ലാദനെ വെടിവെച്ച് കൊല്ലുന്നു, ബിൻ ലാദൻ്റെ ബോഡി പിടിച്ചെടുക്കുന്നു, എന്നിട്ട് കടലിൽ കൊണ്ടുപോയി തള്ളുന്നു. തള്ളിയതിൻ്റെ ശേഷമൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഈ യഥാർത്ഥത്തിൽ പാകിസ്ഥാനോട് തന്നെ പറഞ്ഞത്. അപ്പോൾ ഇത്തരം മഹാ അത്ഭുതങ്ങൾ, അവിശ്വസനീയമായിരിക്കുന്ന പല സംഭവങ്ങളും പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അമേരിക്ക ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ കൈവശത്തിൽ ആണവായുധമായിട്ട് ബന്ധപ്പെട്ടും സൈനിക ബേസുമായിട്ട് ബന്ധപ്പെട്ടും അവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കപ്പെട്ട ഏരിയയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. മാത്രമല്ല പല ഘട്ടങ്ങളിലും പാകിസ്ഥാൻ്റെ സൈനികർക്ക് അമേരിക്ക സൈനിക പ്രാക്ടിക്കൽ പോലും നൽകാറുണ്ട്. ഈ തരത്തിൽ ഈ സംഭവങ്ങൾ പോകുന്നു. അപ്പോൾ പറയുന്ന കാര്യം, ഇങ്ങനെയൊക്കെ വലിയ ബന്ധമുള്ള ഒരു ആത്മബന്ധമുള്ള രാജ്യമാണ് പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ. അവിടേക്ക് ഇറാൻ്റെ ആളുകൾ എത്തുന്ന സമയത്ത് വേണ്ടത്ര രീതിയിൽ ഗൗരവരമായിരിക്കുന്ന ഒരു സുരക്ഷ നൽകുകയില്ല എന്നല്ല, ഈ സുരക്ഷയിൽ പാളിച്ചകൾ പറ്റിക്കൊണ്ട് ആക്രമിക്കില്ല എന്ന് പറയാം. പാകിസ്ഥാൻ്റെ ഭൂമി ഒരു പക്ഷേ ആക്രമണം നടത്തിയിട്ടില്ല എന്ന് വരും. പാകിസ്ഥാൻ്റെ അതിർത്തി കടന്നുള്ള അതിർത്തി മേഖല കേന്ദ്രീകരിച്ചോ മറ്റോ ആക്രമണം നടത്തില്ല എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. അതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അസർബൈജാനിൽ നിന്ന് ഈ ഇറാൻ്റെ പ്രസിഡൻ്റ് ആയിരിക്കുന്ന ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടുമായി ബന്ധപ്പെട്ട സന്ദേഹങ്ങളും വിഷയങ്ങളും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും അതേക്കുറിച്ചുള്ള രഹസ്യമായിരിക്കുന്ന അന്വേഷണം നടക്കുന്നുണ്ട്. മറ്റൊരു രാജ്യത്തിൻ്റെ ആക്രമണ കാര്യങ്ങളൊന്നും അദ്ദേഹം സഞ്ചരിച്ച ഹെലികോപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും 3 ഹെലികോപ്റ്ററിൽ 2 എണ്ണം സുരക്ഷിതമായിട്ടെത്തി. 3ാമത്തെ ഹെലികോപ്റ്ററിൽ അപകടം നടന്നു. മാത്രമല്ല 3 ഹെലികോപ്റ്ററിലും കൂടി ഡിവൈഡ് ചെയ്തിട്ടാണ് ഭരണാധികാരികൾ യാത്ര ചെയ്യേണ്ടത്. പക്ഷേ ഈ ഹെലികോപ്റ്ററിൽ തന്നെയായിരുന്നു ഇറാൻ്റെ പ്രസിഡന്റ്, വിദേശകാര്യമന്ത്രി, പ്രതിരോധ സഹമന്ത്രി, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന പ്രവിശ്യ ഗവർണർ അടക്കമുള്ള ഒരു സംഘം ഇതിൽ മാത്രം യാത്ര ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ദുരൂഹതയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചോർന്നു പോയിട്ടുണ്ടോ എന്ന് സംശയം. ആ രീതിയിൽ പോകുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, പാകിസ്ഥാൻ സുരക്ഷിതമല്ല എന്നുള്ളത് ഏറെക്കുറെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഏത് തരത്തിലാണ് ഇതിനെക്കുറിച്ചുള്ളൊരു അവസാന തീരുമാനം എടുക്കുക എന്നുള്ളത് തുടർന്നുള്ള ദിവസങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു.